بسم الله الرحمن الرحيم والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറപ്പിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം ഒരു ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പതിവുപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടു മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. റമദാൻ പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് നഷ്ടപ്പെട്ടു പോവുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളിലൊന്നാണ് റമദാൻ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. ധാരാളമായ ഹദീസുകളിൽ ഈ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദ് നബവിയുടെ മെമ്പറിലേക്ക് കയറി ഓരോ പടി കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. നമുക്കറിയാവുന്ന സംഭവമാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ദുആഇനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് എന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞതിൻ്റെ കൂടെ ഒന്ന്, ഒരുത്തൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ അവന് പാപമുക്തനാവാൻ കഴിയാതെ റമദാൻ അവരിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാക്കപ്പെടട്ടെ എന്നാണ്. അതിനാണ് ആമീൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവാം. അപ്പം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അതീവമായൊരു ജാഗ്രത തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ശഅബാൻ മാസത്തെ റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ മാസമാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ മാസം നോക്കാനുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ തയ്യാറെടുക്കുന്നതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ഈമാൻ. ഏറ്റവും പ്രധാനമാണ്, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഈമാനാണല്ലോ ഇതിൻ്റെയൊക്കെ ബേസ്, അടിസ്ഥാനം. ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അമലി സാലിഹാത്തില്ല, സ്വർഗവുമില്ല, പരലോകമില്ല, ഒന്നുമില്ല. അത് ശരിയായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന. ഈമാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. ഈമാനിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഈമാൻ കേവലം ഒരു വർത്തമാനം കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ട്. ഞാൻ നല്ലൊരു മുഅ്മിനാണോ? അല്ലേ, റമദാനിലേക്ക് കടക്കണല്ലോ. ഞാൻ നല്ലൊരു മുഅ്മിനാണോ? എൻ്റെ ഈമാൻ അല്ലാഹു തആല സ്വീകരിക്കുന്ന തരത്തിൽ തന്നെയാണോ ഉള്ളത്? അങ്ങനെയുള്ള ആളുകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ലക്ഷണങ്ങൾ അവർക്കുണ്ടോ? അത് വലിയ സമാധാനമാണല്ലോ. അല്ലെ, നമുക്ക് വലിയ സമാധാനമാണ് അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഈമാനിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളുമായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങളിൽ ഒന്നാണ്, റമദാനുമായിട്ടും കൂടി ബന്ധമുള്ളതുകൊണ്ട് പറയാം കേട്ടോ. കാരണം റമദാനിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു പോയിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ തമ്മിലുള്ള നിലവിലെ ബന്ധങ്ങൾ എങ്ങനെയാണ് ഉള്ളത്? എൻ്റെ ഈമാനിൻ്റെ അടയാളമാണ്. അത് വളരെ പോസിറ്റീവാണ്, ശരിയായ രൂപത്തിലാണ്. വിശുദ്ധ ഖുർആനും ഹദീസുകളിലൂടെയും നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട ഒരു ജീവിതമുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധമെങ്കിലും ഓക്കെ അങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ അതെൻ്റെ ഈമാനിൻ്റെ തകരാറാണ് എന്നാണ് ഹദീസുകൾ. എൻ്റെ ബന്ധം ശരിയല്ലെങ്കിൽ, എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സഹോദരങ്ങളുമായി
ഉള്ള എൻ്റെ ബന്ധം ശരിയല്ലെങ്കിൽ അത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നമല്ല, അത് ഈമാനുമായി ബന്ധമുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യം, ഒരു കൗൺസിലിങ്ങിനുമായി ശരിയാണ് നല്ലത്, അത് ഈമാൻ ഉണ്ടാക്കിയാൽ ശരിയാകുന്ന ഒരു കാര്യമാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ AC ഉണ്ട്, അവിടെ പുറത്തുനിന്ന് ചൂടത്താണ് കയറി വരുന്നത്. ഇപ്പം AC വേണ്ടോ ഉണ്ടോ എന്ന് വേറെ സംശയമുണ്ട്. തണുപ്പ് കുറച്ച് കൂടുതലാണ്, നല്ല ഉറക്കം വരും. ഉറക്കം നല്ലതുമാണ്, എങ്കിലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. ഉറക്കത്തിലേക്ക് പോകണം എന്നുള്ള ഒരു നിയത്തിൽ ഇരിക്കരുതാരും എന്ന് പ്രത്യേകിച്ച് ഒന്ന് പറയാം. ഈമാനൊക്കെ ആണല്ലോ ഈ പറയുന്നത്, റമദാനാണ്, നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവമുണ്ട്. ഖുത്ബ എപ്പോഴും ഗൗരവമുള്ളൊരു കാര്യമാണ്. വെറുതെ എന്തോ ഒരു കാര്യത്തിന് വെള്ളിയാഴ്ച ഇങ്ങനെ പറയണമല്ലോ എന്ന് പറഞ്ഞ് ഒരാളെന്ന് പറയാ, അപ്പൊ ഏതായാലും വന്നിരിക്കണമല്ലോ എന്ന് എഴുതി കേട്ടിരിക്കേണ്ടതല്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. എല്ലാ പരിപാടി ഒഴിവാക്കി പള്ളിയിലേക്ക് ഓടിപ്പോരാ പറഞ്ഞു. അത് വെറുതെ അള്ളാഹ് പറഞ്ഞ അത് പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ആ പറയുന്ന സംഗതികളെന്ന് അത് സൂചിപ്പിക്കുകയാണ്. AC-യുടെ ഇതിൽ അത് ഗൗരവം മറന്നു പോകണ്ട എന്ന് ഞാൻ പ്രത്യേകം ഒന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈമാൻ സ്വീകരിക്കപ്പെടണം. അതിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നായിട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. നമുക്കറിയാം, പിന്നെ സൂറത്തുൽ അൻഫാലിലെ 74-ാമത്തെ ആയത്തിൽ മുഅ്മിനീങ്ങളുടെ അടയാളം എണ്ണി പറയുന്നുണ്ട്. മുഅ്മിൻ ആരാണ്? യഥാർത്ഥ ആ ഈമാനുള്ള ആളുകളുടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. അപ്പൊ വല്ലദീന ആമനു, അല്ലെ, മുഅ്മിനീങ്ങളാകണം നമ്മുടെ. രണ്ടാമത് പറഞ്ഞു ഹാജറു, ഒരു ഹിജറ ചെയ്യണം. ഈമാന്റെ അടയാളം മുമ്പ് അതിന്റെ വിഷയത്തിലേക്ക് കടക്കാൻ നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഹാജറു ഹിജറ ചെയ്യണം എന്നാ. അതായത് ഈ മുഅ്മിനാണെങ്കിൽ എൻ്റെ അടയാളം എന്താ? അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കണം. ഇതൊന്നും ഒഴിവാക്കാൻ മൂപ്പർക്ക് പറ്റില്ല, പിന്നെ ഞാൻ മുഅ്മിനാണെന്ന് ഒരു അർത്ഥമില്ല, അത് വെറുതെ കള്ളം പറഞ്ഞാണ് അയാളെന്നാ. അപ്പൊ ഒഴിവാക്കാൻ പറഞ്ഞല്ല എന്ത് ചെയ്യണം? അതാ ഹാജറു. ചിലപ്പോൾ നാട് ഒഴിവാക്കേണ്ടി വരും, കുടുംബം ഒഴിവാക്കേണ്ടി വരും, സമ്പത്ത് ഒഴിവാക്കേണ്ടി വരും, കച്ചവടം ചിലപ്പോൾ നിർത്തേണ്ടി വരും. കാരണം നല്ല ഇടപാട്, എൻ്റെ പരിപാടി, അങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഈമാൻ്റെ അർത്ഥമില്ല. മൂന്നാമത് ജാഹദു എന്നാ, ജിഹാദ് പറഞ്ഞു. ജിഹാദ് എന്ന് പറയുന്നത് എന്താ? ഇത് പറഞ്ഞാൽ നടന്നാൽ പോരാ, നല്ല പണിയുണ്ട് ഇതിന്. ഈമാൻ അത്ര എളുപ്പമുള്ള നല്ല പണിയുണ്ട്. അതിനു വേണ്ടി പണിയെടുക്കണം. എനിക്ക് കിട്ടിയ ഈ നന്മയെ എന്ത് ചെയ്യണം? എൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം, ജിഹാദ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തിയില്ല. സൂറത്തുൽ അൻഫാലിൽ പിന്നെ കുറച്ചങ്ങോട്ട് നീട്ടി അങ്ങോട്ട് പറഞ്ഞു, വല്ലദീന ആവൗ വനസറു. അവരുടെ മറ്റൊരു പ്രത്യേകത എന്താ? വല്ലദീന ആവൗ, അവർ അഭയം നൽകിയവരാണ്. ഇത് മുഹാജിറുകളെ മദീനയിലെ അൻസാറുകൾ സ്വീകരിച്ചല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വനസറു, അവർ സഹായിക്കുന്നു അന്യോന്യം. ഇതും കൂടെ ഉണ്ടാകണം, അപ്പോഴാ എന്താകുക? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ. ഇത് ആർക്കൊക്കെ ഉണ്ട്? ഇവരാണ് ഹഖായ മുഅ്മിനീങ്ങൾ. ഈ പറഞ്ഞ 4 സ്വഭാവങ്ങൾ പറഞ്ഞല്ലോ, ഇത് ആർക്കാണ് ഉള്ളത്? അവരാണ് ആര്? അതിന് സംശയം ആർക്കും വേണ്ട. ഹഖായ മുഅ്മിനീങ്ങൾ. ഹഖായ മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞിടത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? അവരെന്ത് ചെയ്യുന്നു? പരസ്പരം സഹായിക്കുന്നവരാണ്, അഭയം നൽകുന്നവരാണ് എന്നൊക്കെ അവിടെ പറഞ്ഞ വിശദാംശം നമുക്ക് പിന്നീട് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഈ ബന്ധത്തെക്കുറിച്ച് പറയണം. ബന്ധം എന്താണ്? ഈമാനുമായി അത്രമേൽ ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പരസ്പര ബന്ധം എന്ന് പറയുന്നത്. അത് ദുർബലപ്പെട്ടാൽ അത് ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് എന്ന് ഉലമാക്കൾ അതിന് വിശദീകരണവും നൽകുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. നമുക്കറിയാം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മുവാസാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പരസ്പരം എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് മുവാസാത്ത് അവിടെ റമളാനിൽ പറയില്ല, ഷഹറുൽ മുവാസാത്ത് എന്നാണ് റമളാനിന്റെ പേര് തന്നെ. മുവാസാത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അന്യോന്യം എൻ്റെ കൂടെയുള്ളവർക്ക് സമാശ്വാസം പകർന്നു കൊടുക്കേണ്ടുന്ന, അവർക്ക് പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടുന്ന എന്നൊക്കെയാണ് ഈ മുവാസാത്തിന് അർത്ഥം സാധാരണ പറയാറുള്ളത്. അവരുടെ കാര്യത്തിൽ വിശാലമായ മാനസിക സമീപനമുള്ള ആളുകളെന്നൊക്കെയാണ് ഈ മുവാസ്. ആ മുവാസാത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, വഅലാ ഖദ്രിൽ ഈമാനി തകൂനു ഹാദിഹിൽ മുവാസാത്ത്. ഒരുത്തന്റെ ഈമാനിന്റെ അളവ് എത്രയാണോ അതാണ് അയാളുടെ മുവാസാത്തിന്റെയും അളവ്. എൻ്റെ മുസ്ലിമായ എൻ്റെ സഹോദരന് ഞാൻ നൽകുന്ന സഹായങ്ങൾ, സേവനങ്ങൾ, സമാശ്വാസം നോക്കിയാൽ മതി ഇയാൾക്ക് എത്ര ഈമാനിന്റെ അളവ് എത്ര കണ്ടുണ്ട് എന്നറിയാം. അത് പ്രധാനപ്പെട്ട അളവ് പോലും ഇങ്ങനെ പറയാണ്. അത് ധാരാളമായിട്ട് അദ്ദേഹമായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാം, നമ്മുടെ സ്നേഹബന്ധത്തെ കുറിച്ച് പറയുന്നിടത്ത് ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നമുക്ക് കാണാൻ അറിയുന്ന ഹദീസാ. ലാ തദ്ഖുലുൽ ജന്നത, നിങ്ങളോരും സ്വർഗത്തിൽ കടക്കില്ല. ആര് പറയുന്നു?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, നിങ്ങൾ ആരും സ്വർഗത്തിൽ കടക്കുകയില്ല ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ. മുഅ്മിനീങ്ങളായാലേ സ്വർഗത്തിൽ കടക്കുന്നു. അത് ശരിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്തൊരു ചോദ്യം വന്നു, ആരാണ് ഈ മുഅ്മിൻ? മുഅ്മിനാകാൻ എന്താ വേണ്ടത് എന്ന് ചോദ്യം ഉണ്ടാവല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറയുന്നു, വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. ഈമാൻ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് പറയാ. ഈമാനിന്റെ പ്രാഥമികവും പ്രകടവുമായ അടയാളങ്ങളിൽ ഒന്നാണ് മുഅ്മിനായ എൻ്റെ സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക എന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നിലവിൽ? നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ ഇടയിലേക്ക് പിണക്കങ്ങൾ, പക, വിദ്വേഷം, ശത്രുത, സംഘടനകളുടെ എണ്ണം പെരുകിയതോടെ നമുക്കിടയിലുള്ള മതിലുകളുടെ എണ്ണവും പെരുകി. കണ്ടമാനം മതിലുകൾക്കുള്ളിലാണിപ്പോൾ. പരസ്പര ബന്ധമില്ലാത്ത ആളുകളായി മാറുന്നുണ്ട് പലപ്പോഴും. ബാഹ്യമായി പോലും അതുണ്ട് അല്ലേ? നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു പ്രചരണമുണ്ട്. കണ്ടാ സലാം പറഞ്ഞുകൂടാ, അയൽപക്കത്താണെങ്കിലും മരിച്ചാൽ പോലും പോകേണ്ടതാണ്. ഇത് പ്രസംഗിച്ച് പറയുകയാണ്. ഇസ്ലാമിന്റെ പ്രാഥമികമായ ഗുണമെന്ന് പറഞ്ഞതാണിത്. എന്താ അത്? പരസ്പര ബന്ധം. ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറയണേ എന്താ? ബന്ധങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്ന അന്വേഷണത്തിന്റെ പേരാണ് ഇസ്ലാം. എങ്ങനെയൊക്കെ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കാണ്ടിരിക്കാമെന്നല്ല, എങ്ങനെയൊക്കെ ഒരാളുമായി ബന്ധം ഉണ്ടാക്കാം എന്ന അന്വേഷണത്തിന്റെ പേരാണ് ഇസ്ലാം. എങ്ങനെയൊക്കെ ബന്ധം മുറിക്കാം എന്ന അന്വേഷണത്തിന്റെ പേര് ഇസ്ലാം എന്നല്ല, അതിന്റെ പേര് ശൈത്വാനിയത്ത് എന്നാ. പിശാചിന്റെ പണിയായിട്ടാണ് ഖുർആൻ അത് എടുത്തു പറയുന്നത്. പരസ്പരം ബന്ധം എങ്ങനെ മുറിക്കാം എന്നാ മൂപ്പറ പരിപാടി. നിങ്ങൾക്കിടയിൽ പകയും ശത്രുതയും വിതറുക എന്നതാണ് ഇബ്ലീസിന്റെ പണി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരുമിച്ച് നിൽക്കാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ചേർന്ന് നിൽക്കാൻ പറ്റുക, എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക, എങ്ങനെയാണ് സമാശ്വാസം പകരാൻ പറ്റുക എന്ന അന്വേഷണത്തിന്റെ പേരാണ് ഇസ്ലാം. മറ്റേ ഇസ്ലാം അല്ല, ഇസ്ലാമിന്റെ ചിന്തയും അല്ല. അത് വേറെ സംഗതിയില്ല. അതൊക്കെ ഈ പൗരോഹിത്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ, സമുദായത്തെ പറഞ്ഞു പറ്റിച്ച കാര്യങ്ങളിൽ പെട്ട ഒരു സംഗതി. ദീനുമായിട്ട് യാതൊരു ബന്ധവും ആ പറഞ്ഞ കാര്യങ്ങൾക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പരസ്പരമുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളം. ഞാൻ പറയുന്നത് എന്തിനാ പറയും, നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ അയൽപക്കം, നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെ, അവരെ കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾ എന്താ? നമ്മുടെ ഉള്ളിൽ ശരിയാലേ എല്ലാം ശരിയല്ല. ഈമാൻ വരുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഈമാൻ നമ്മുടെ ഉള്ളിൽ കടന്നാൽ അതിന്റെ വലിയൊരു പ്രകടമായ അടയാളം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായ വികാരങ്ങൾ അതോടുകൂടി പോകുന്ന. പകയുള്ളവൻ മൂമിനാകാൻ എങ്ങനെ പറ്റുക? ശത്രുതയുള്ളവൻ, അസൂയുള്ളവൻ, മറ്റവൻ വളരുന്നത് കണ്ടുകൂടാ, മറ്റുള്ളവരോട് പകയാണ്. ഞാനെങ്ങാനും ചെറുതായി പോയേക്കുമോ എന്ന് ചിന്തിക്കുകയാണ് ഒരുത്തൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലായിക്കോട്ടെ, നിഫാക്ക് കൂട് കെട്ടി ഹൃദയത്തിന്റെ ഉടമയാണ് അയാൾ. പുറമേ കാട്ടിക്കൂട്ടല, ഉള്ളിൽ അങ്ങനെ അല്ലല്ലോ. ഉള്ളിലെ സംഗതി എന്താ? ഇല്ല അല്ലേ? മൊത്തം മനുഷ്യരാശിയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നാ. ആ സാഹോദര്യ ബന്ധം ഉണ്ടാകാൻ പറഞ്ഞിട്ട് തുടക്കം തന്നെ അവിടെ നിന്ന് എന്റെ തുടക്കം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ആദർശ ബന്ധം, എല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രാർത്ഥനാ നിർഭരമായിരിക്കണം ഈ ബന്ധം എന്നാ. എന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ബന്ധം, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമ്മള്. എങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ബന്ധം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇത് പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അവിടുന്ന് പറയാണ്, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബത്ത്. ഒരാള് തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥന, ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ, അയാളുടെ തലയുടെ ഭാഗത്ത് ആ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു മലക്ക് വരും, അയാളുടെ അടുക്കലേക്ക് വരുന്നത്. ഒരു മലക്ക് എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവും. കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈരിൻ ഖാല അൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ വലക ബിമിസ്ൽ എന്ന് പറയുന്നത്.
എന്താ അത്? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സഹോദരനോട് ദുആ ചെയ്യാം. ദുആ ചെയ്യുമ്പോൾ മലക്ക് വന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യുക? അല്ലാഹുവേ, അദ്ദേഹം തൻ്റെ സഹോദരന് വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്തത് ആ കാര്യം ഇദ്ദേഹത്തിന് നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. എൻ്റെ ദുആ സ്വീകരിച്ചില്ലെങ്കിലും മലക്കിൻ്റെ ദുആ അല്ലാഹ് എന്തായാലും സ്വീകരിക്കും. മലക്ക് വെറുതെ ദുആ ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ എന്താ, ചില ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചില മുഹദ്ദിസീങ്ങൾ, നിനക്കൊരു കാര്യം നടക്കണമെങ്കിൽ നീ നിനക്ക് വേണ്ടി ദുആ ചെയ്തതിനേക്കാൾ കൂടുതൽ ആ കാര്യം നിന്റെ ഒരു സഹോദരൻ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാനാ പറഞ്ഞത്. പാരസ്പര്യമാണെന്നേ. ഈ പാരസ്പര്യത്തിൽ വേറെയും സംഗതികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ പൊരുള് തിരിഞ്ഞോ? എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതേ സംഗതി എന്നിലേക്ക് മടങ്ങി വരുന്ന ആ ദുആ എനിക്ക് വേണ്ടി കൂടെയുള്ള ദുആയാണ്. ഞാൻ എൻ്റെ ഒരു നമ്മുടെയൊക്കെ ഇപ്പൊ ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യാനൊക്കെ പറയും. ദുആ ചെയ്യാൻ പറയണ്ടെന്നേ. നമ്മൾ എത്ര ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അയൽവക്കത്തുള്ള അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഞാൻ ദുആ ചെയ്യാണല്ലോ. എൻ്റെ മക്കളെ പോലെ തന്നെയാണല്ലോ അവർ. അതിലൊരാൾ പഠിക്കാൻ കുറച്ച് മോശമാണെന്ന് കഴിഞ്ഞ ദിവസം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, ആ കുട്ടിക്ക് നീ പഠിക്കാൻ ആവശ്യമായ നല്ല ബുദ്ധിയും കഴിവൊക്കെ കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ മലക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യും. അല്ലാ, അദ്ദേഹത്തിന്റെ കുട്ടികളുണ്ട് പടച്ചോനെ, അവർക്ക് നീ നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അവർ ദുആ. എന്തൊരു ബന്ധം അറിയും. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആർക്കും കിട്ടില്ല സംഗതി. അല്ലാഹു തആല ചെയ്തു വെച്ച സംവിധാനം നമുക്ക് വേണ്ടി ആലോചിച്ച് നോക്കി. എന്തൊക്കെ നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാകാത്ത വിധം റബ്ബിന് നമ്മളോടുള്ള കാരുണ്യം ആലോചിച്ച് നോക്കിയേ. ആ ബന്ധമേ, ഇതിന് വേറൊരു സംഗതി എന്താ, ഈ ബന്ധം എങ്ങനെയൊക്കെ ശക്തമാകണമെന്നാണ് അള്ളാഹുവിന്റെ ദീൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ദുആ, പ്രാർത്ഥന നിർഭരമാണ് ആ ബന്ധം. ഇതേപോലെ വേറെ ഹദീസും കൂടിയുണ്ട്. വേറെ ഹദീസ് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അവിടുന്ന് പറഞ്ഞെന്താ, ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇപ്പൊ പറയാൻ പോണ ഹദീസ്. അതിനെന്താ പറയണത്? അവിടുന്ന് പറഞ്ഞു, മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തിഹി. നീ നിന്റെ ഒരു സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, എന്തോ ഒരു കാര്യം, മൂപ്പർക്ക് എന്തോ ഒരു സംഗതി, ഞാൻ സാധനം മേടിക്കാൻ പോകണപ്പോ അപ്പൊ അയൽവക്കത്ത് അവിടെ ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങാടി പോകേണ്ട വല്ലതും വേണോന്നൊന്ന് ചോദിക്കുക. ഉദാഹരണം പറയാം, ഒക്കെ കൊണ്ടാണ്ട് ശീലം പറയാം. അല്ല, സാധിക്കുന്നവരെ ഉദാഹരണം പറഞ്ഞല്ലോ. ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നും വേണ്ടെന്നേ പറയുള്ളൂ എല്ലാവരും. എങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഇതൊരു ആവശ്യത്തിന് സാധിച്ചു കൊടുത്താലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവന്റെ ആവശ്യം സാധിച്ചു കൊടുക്കും. എനിക്കെന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നേ, അത് ആര് സാധിച്ചു കൊടുക്കും? ആ കാര്യം സാധിക്കാൻ പടച്ച റബ്ബന്റെ കൂടെ വരുമെന്ന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയൊന്ന് മനോഹരമാക്കെന്ന് പറഞ്ഞു തരിക. നീ നിന്റെ ഒരു സഹോദരന്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി പോയാൽ നിന്റെ കാര്യം നടത്തി തരാൻ നിന്റെ കൂടെ അള്ളാഹ് വരുമെന്ന്. ഇത് വേറെ ആർക്കപ്പോ കിട്ടാം? ഇതൊക്കെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് കേവലാർത്ഥത്തിൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടുന്ന ഒന്നാണ് ഈ പരസ്പരമുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെട്ടു വരിക എന്നത്. ഇതിനകത്ത് വിവേചനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇസ്ലാം നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇല്ല കേട്ടോ. എങ്കിലും പറയാം, മുപ്പളവ വിദ്യാഭ്യാസം, സമ്പത്ത്, അതൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ സംഗതികൾ. പഴയ ജാതീയത നമ്മളിലില്ല. പകരം ഇപ്പൊ ഇങ്ങനെയൊക്കെ ചില സംഗതിയുണ്ട്. നമ്മളോളം പറ്റണവരാണോ അവരെന്ന്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇടയിൽ ഇല്ല കേട്ടോ. എങ്കിലും പറയാ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അതിൻ്റെ ഒന്ന് നേരിയ അംശം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അഹങ്കാരം എന്നാണ് പറയില്ല ആ സംഗതിക്ക്. പൊങ്ങച്ചം, അഹങ്കാരം ഇല്ലാന്ന്. ഏറ്റവും വിനയാന്വിതനാണല്ലോ മോമിൻ അല്ലേ? താഴെ നടക്കണ ഒരാളാ. എൻ്റെ റബ്ബ് തന്നത് മാത്രമേ ഉള്ളൂ, എപ്പോൾ എടുത്തു മാറ്റുമെന്ന് അറിയില്ല. പടത്ത് തമ്പുരാൻ. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു വയ്യാഴിക വന്നപ്പോഴാണ് മനസ്സിലായത്, ചെറിയൊരു കാര്യത്തിന് കിടന്നുപോയി. കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കണില്ല. കുറേ സമയമാണ് ഇയാളെ കിടപ്പിൽ അങ്ങനെ ആലോചിച്ച്, അല്ലാഹുവേ, ഈ കിടപ്പ് രോഗികളുടെ ഒക്കെ ഒരവസ്ഥ ഒന്ന്. എത്ര സമയം വേണം ഒരാൾക്ക് കിടന്നു പോകാൻ, കിടപ്പിലാകാനേ സമയം വേണ്ടെന്നേ, അത്ര സമയം മതി. മരണത്തിന്റെ വേറൊരു പതിപ്പാണ് സംഗതി. ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നരകമായ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് നമുക്ക് മാത്രമല്ലേ, കിടപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാലേ കൂടെ ഉള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നാളൊക്കെ അങ്ങനെയൊക്കെ പോവും. പിന്നെ ഉള്ളിലിങ്ങനെ അറിയാതെ പറഞ്ഞു പോവല്ലോ, വല്ലാതെ ദുരിതമായി പോയല്ലോ അല്ലാ എന്ന ആളുകള് നമ്മളെക്കുറിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യം ഭയങ്കര പ്രശ്നമാണ്. അല്ലാഹു തആല എല്ലാ നിലയിലും നമ്മളെല്ലാവരെയും താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, ഒരു കിടപ്പിലായ മതി, എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. പിന്നെ
കേട്ടോ. അതുകൊണ്ട് നമുക്കിടയിൽ അങ്ങനെ വിവേചനത്തിന്റെ യാതൊരു വിധമായ മതിലുകളും ഇല്ല കേട്ടോ. ഇങ്ങനൊന്നുമില്ല. എൻ്റെ സഹോദരനാണത്, എൻ്റെ സഹോദര ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആ ബന്ധത്തെ കുറിച്ച് പറഞ്ഞെടുത്തൊരിക്കൽ പറയുന്നത്, അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമി. അറബികൾക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയില്ല, ഒരു ശ്രേഷ്ഠതയില്ല. അങ്ങനെയുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അറബികൾ രണ്ടാൾ വന്നിരുന്നാൽ എന്തോ കാര്യപ്പെട്ട, അങ്ങനെയില്ല. ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ വലിയ സദസ്സിലൊക്കെ 4 അറബികൾ വന്നിരിക്കണം. അത് മോശമൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ നേതാക്കളും പണ്ഡിതന്മാരൊക്കെ ആയിരിക്കും, അതേക്കുറിച്ച് പറയല്ല. സാധാരണക്കാർക്ക് അറബികൾ വന്നിരുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ. അള്ളാഹുനും എല്ലാവരും തുല്യരാ. നമ്മുടെ നാട്ടിൽ വെറുതെ നടക്കുന്ന സാധാരണക്കാരനെ ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, കൈവണ്ടി വലിച്ചു നടക്കുന്ന ഒരാൾ. ചിലപ്പോൾ അയാളായിരിക്കും എവിടെ പരലോകത്ത് അള്ളാഹിൻ്റെ അടുത്ത് ആരായിരിക്കും? സുബ്ഹാനല്ലാഹ്. അന്തം വിടും നമ്മൾ കേട്ടോ. അള്ളാഹുവേ ഏറ്റവും മുന്നേ നിൽക്കുന്നുണ്ടാവും. വലിയ വലിയ ആളുകൾ എവിടെ നിൽക്കുന്നുണ്ടാവും? വെട്ടി വേർത്ത് എവിടെയോ അറ്റത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മളാരും നോക്കണമില്ല, പരിഗണിക്കണമില്ല. മൂപ്പരെ കൊണ്ടുപോകാൻ എത്ര ആളുകൾ, എത്ര സന്തോഷം കേട്ടോ. അതുകൊണ്ട് ഇത്തരം വിവേചനങ്ങളൊന്നും ഇതിനകത്തില്ല. ചിലപ്പോൾ ഈ ബന്ധങ്ങൾ കൊണ്ടായിരിക്കാം നാളെ പരലോക നാളിൽ റബ്ബ് നമ്മളെയും ചേർത്ത് പിടിക്കുക. ഒരു വിവേചനവും ഇല്ലാത്ത ബന്ധമാണ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ് വലാ ലി അസ്വദ അലാ അബിയദ്. വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ ആർക്കും യാതൊരു വിവേചനവും ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. ആരും അങ്ങനെ വിചാരിച്ച് സ്വന്തം അയാൾ തീരുമാനിച്ചല്ലോ അങ്ങനെ ആകാൻ, അല്ലേ? അയാൾ തീരുമാനിച്ചല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് എല്ലാം. അതുകൊണ്ടെന്താ അവരോടൊക്കെ എനിക്ക് എന്താണ്, പടച്ചവനെ നിന്റേതാണല്ലോ അല്ലാഹ്, നിന്റെ സൃഷ്ടികൾ, നിന്റെ അടിമകൾ, നീ അവരെ എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയില്ലല്ലോ നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. അതുകൊണ്ട് ആരും ചെറിയ ആളുകളല്ല കേട്ടോ. എല്ലാവരും ഇക്വാലിറ്റിയുടെ ഇസ്ലാമിന്റെ പാഠം അത്ഭുതകരമാണ്. സമത്വം എന്ന് വെറുതെ പറയുന്നല്ല. ഇപ്പൊ നിസ്കരിക്കാൻ അവിടെ ഇരിക്കുന്നില്ലേ, എന്തെങ്കിലും വിവേചനം ഉണ്ടോ പള്ളി? ആദ്യം വരുന്നവർ ആദ്യം സമീപം വരുന്നു, അവനവന്റെ സൗകര്യം പോലെ പോയിരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഇടപാടൊന്നും അതിനകത്തില്ല. കാര്യപ്പെട്ട ആർക്കും ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു പദവി അങ്ങനെയൊന്നുമില്ല. ആകെയുള്ള ഒരാൾ ഇമാമ് നിൽക്കുന്ന ആൾക്ക് ഇതാ മുന്നിൽ അവിടെ കയറി സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ഒരാൾക്ക് പിന്നെ ബാങ്ക് കൊടുക്കണമല്ലോ, അത്രേ ഉള്ളൂ. അത് ആരും ആകാം. നാളെ വേറൊരാൾ വരാം. അപ്പൊ ഈ മേലെ കയറിയിരിക്കണം, ഞാൻ ആ പറയില്ല അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. വൈകി വന്നാൽ അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ എൻ്റെ സംഗതി. ഇതിനകത്ത് വേറെ എന്തില്ല, ഒരു വിവേചനവും ആർക്കുമില്ല, ഒരു പരിപാടി ഇതിനകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ എന്തുണ്ടാകാൻ പാടില്ല, വിവേചനത്തിന്റെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളും അങ്ങനെ തന്നെയാണ് ആ സാഹോദര്യ ബന്ധം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് പരസ്പരം എന്തായാലും മാറണം. നല്ല നമ്മുടെ ഈമാനിന്റെ അടയാളമാണ് സഹായികളായി പരസ്പരം സാന്ത്വനമായി. ഇതൊക്കെ പറയുമ്പോഴും കുറ്റകരമായ കാര്യങ്ങളിലല്ല കേട്ടോ, നന്മയുടെ കാര്യത്തിലാ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബന്ധം പോകുമോ എന്ന് പേടിച്ച് പറയാതിരിക്കുക, അല്ലേ? എങ്കിലും പറയണം, പറയേണ്ട രൂപത്തിൽ പറയണം. ഈ തിരുത്തി കൊടുക്കുന്ന പോലെ ഒരു പ്രത്യേക രൂപത്തിലാകട്ടോ. തിരുത്തി കൊടുക്കാനുള്ള രൂപം രീതിയുണ്ട് എൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. തിരുത്തി കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അവർക്കും തോന്നണം, എൻ്റെ സഹോദരൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് സംസാരിക്കുകയാണ് എന്ന തോന്നലുണ്ടാകും വിധം കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും തള്ളിവിടാനും പാടില്ല. താവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ എന്ത് ചെയ്യണം, ബിർറിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ പരസ്പരം സഹായികളായി മാറണം. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ കാര്യത്തിലും ശത്രുതയുടെ കാര്യത്തിലും പ്രത്യേകം എടുത്ത് പറഞ്ഞു നോക്കി. നിങ്ങൾ സഹായിക്കേണ്ട ഏത് കാര്യത്തിലാ? തആവനു അലൽ ബിർരി വത്തഖ്വ. ബിർറ് എല്ലാ പുണ്യകരമായ കാര്യങ്ങൾ, നന്മയുടെ കാര്യത്തിലൊക്കെ സഹായിക്കും, സഹകരിക്കും. തഖ്വയുടെ കാര്യത്തിൽ സഹായിക്കണം, സഹകരിക്കണം. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി, പാപങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സഹായികളാവരുത്, തെറ്റുകുറ്റങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കരുത്. അതുപോലെ വൽ ഉദ്വാൻ, ശത്രുതയുടെ കാര്യത്തിൽ നിങ്ങൾ സഹായികളാകരുത്. പരസ്പരം ശത്രുക്കളായി പോരടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സംവിധാനത്തോട് നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല. മനുഷ്യ സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറയുന്നവരുമായിട്ടേ നമുക്ക് ബന്ധമുള്ളൂ. അവർക്കാണ് എൻ്റെ സഹായം. സമൂഹത്തിൽ ശത്രുത പടർത്തുന്ന ഒരു കാര്യത്തിൽ എന്തില്ല, എൻ്റെ സഹായങ്ങൾ എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല സഹായികളാകണം. പക്ഷെ എല്ലാ നന്മയുടെ കാര്യത്തിലും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരു ശരീരം പോലെ നിലകൊള്ളാനാണ് വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. വിശ്വാസികളുടെ പരസ്പര ബന്ധത്തിന്റെ ആഴം സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്, ഉപമയാണ് ഈ പറയുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം.
പരസ്പരമുള്ള തവാദ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അൺകണ്ടീഷണൽ ലവ് ആണ്, ആഴമുള്ള സ്നേഹബന്ധം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മോമിനീങ്ങൾക്കിടയിലുള്ള അവരുടെ ആഴമുള്ള സ്നേഹബന്ധത്തിന്റെയും വതറാഹുമിഹിം അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിന്റെയും ഉപമ, അതുപോലെ വതആതുഫിഹിം അവരുടെ അലിവേ, ഒരു ആർദ്രത. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇതൊക്കെ കേട്ടോ. എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല? നമ്മുടെ ഈമാൻ അത്രമേൽ ദുർബലമായതുകൊണ്ടാണെന്നാണ് നേരത്തെ പറഞ്ഞത്. അത്രമേൽ ദുർബലമായതുകൊണ്ടാ. ഈമാൻ നമ്മൾ ശക്തിപ്പെടുത്തിയെടുക്കണം. അള്ളാഹുവുമായിട്ട് ഗാഠമായ ബന്ധം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായിട്ട് നമുക്കുണ്ടാകും ആഴമുള്ള ഗാഠമായ ബന്ധം നമ്മളിൽ രൂപപ്പെട്ടു വരും എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു ശരീരം പോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊരു ഭാഗത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിലും അല്ലേ, ഫലസ്തീനിലല്ലേ, ഗസയിലല്ലേ, അങ്ങനെയൊന്നും ഇല്ലാന്നേ, നമുക്ക് കിടന്ന ഉറക്കം വരില്ല. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ നിലവിളി നമ്മുടെ കാതുകൾ ഇങ്ങനെ അലച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ മക്കളാണത്. ഇതാണ് ആ വൈകാരിക ബന്ധം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. തണുത്ത് പറച്ച് കൂനിക്കൂടി ചെളിവെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ തന്നെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. അതാണ് ആ ബന്ധം. അതുകൊണ്ട് അവർ ഒരു ശരീരം പോലെയാണ് അവർ. ഇങ്ങനെ ആവണം കേട്ടോ. അതിനകത്ത് എന്തില്ല, ഒരിക്കലും ശത്രുവിന് വിട്ടുകൊടുക്കുന്നവരൊന്നുമല്ല. പ്രാർത്ഥനയോടെ എപ്പോഴും കൂടെ നിൽക്കും, കണ്ണീരോടെ അവരെ ചേർത്ത് പിടിക്കും. അതാണ് അവർ ആ ബന്ധത്തിന്റെ ആഴം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുക? ഞാൻ പറഞ്ഞ വിശ്വ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിന്റെ ആഴമുള്ള ബന്ധത്തെക്കുറിച്ചും ധാരാളം ഇതൊക്കെ ഇതാ ഈമാൻ. ഇതുണ്ടാവണം. ആരെക്കുറിച്ച് നമുക്കെന്തില്ല, അവരോട് പകയോ ശത്രുതയോ വിദ്വേഷമോ ഒന്നുമില്ല. ദേശത്തിന്റെ അതിരുകൾ നമ്മുടെ മുന്നിലില്ല, ഒന്നും നമ്മുടെ മുന്നിലില്ല. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളായി മാറുന്ന മനോഹരമായ അനുഭവത്തിന്റെ പേര് കൂടിയാണ് ഇസ്ലാം. ആ മനോഹരമായ അനുഭവത്തിന്റെ ശരിയായ സാക്ഷാത്കാരവും കൂടിയാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നല്ല മുഅ്മിനീങ്ങളായി തന്നെ നമുക്ക് എന്ത് വേണം? റമദാനിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വസിയത്ത് എന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബബന്ധം വളരെ ആഴമുള്ളതാണ്. നേരത്തെ ചില ഖുതുബകളിൽ അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. നമ്മുടെ ഈ ബന്ധങ്ങളും വളരെ നല്ല മനോഹരമായ ബന്ധമാക്കി മാറ്റണം. ശുദ്ധ റമദാനിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ? എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ ബന്ധുക്കൾ, എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർ, ഒരുപാട് ആളുകളില്ലേ, അവരോടൊക്കെ ഉള്ള ബന്ധം എന്താ? നല്ല ഹൃദയം നിറഞ്ഞ, ഗുണകാംക്ഷ നിറഞ്ഞ, നന്മ നിറഞ്ഞ ബന്ധമാണോ? ആരോടെങ്കിലും പിണക്കമുണ്ടോ? പകയുണ്ടോ? ശത്രുതയുണ്ടോ? അസൂയ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനോട് പറയണമല്ല, പുറത്തു തരണേ പഠിച്ചവനെ. എന്നെ ഉപദ്രവിച്ചവന് വേണ്ടി ഞാൻ ദുആ ചെയ്യണം. അവിടെ ഞാൻ നല്ല മുഅ്മിനാകുക. എന്നെ പ്രയാസപ്പെടുത്തിയതിനു വേണ്ടി ഞാൻ ദുആ ചെയ്യണം. എന്താ ദുആ? അള്ളാഹുവേ, അറിവില്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ അറിവുകേട് കൊണ്ട് എന്നോട് ഇങ്ങനെ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. പഠിച്ചവനെ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ പടത്തുള്ള, അദ്ദേഹത്തിന്റെ നന്മ ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. ഈ പ്രാർത്ഥനയുടെ ബന്ധമാണ് ആരോടും പകയില്ലാത്ത നിഷ്കപടവും നിഷ്കളങ്കവുമായ ഹൃദയത്തിന്റെ ഉടമകളുടെ പേര് കൂടിയാണ് മുഅ്മിനീങ്ങൾ. അതിലേക്ക് ഉയരണം. നമ്മൾ ആത്മീയമായി ഇങ്ങനെ വളരണം. ബാഹ്യമായ ഇടപാടുകൾ മാത്രമല്ല ഇത്. എന്തായാലും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സർവാധിനാഥനായ പടച്ച റബ്ബ്, അവൻ ഇഷ്ടപ്പെടുന്ന റബ്ബ് ഭയങ്കരമായി നമ്മളെ സ്നേഹിക്കണം. അതിന് നമ്മൾ പരസ്പര ബന്ധമുണ്ടാകണം. അത്തരത്തിൽ ഈമാൻ പൂർത്തിയായ നല്ല മുഅ്മിനീങ്ങളിൽപ്പെടുത്തി, മുഅ്മിനാത്തുകളിൽപ്പെടുത്തി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ കമാ അമർ وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس، أوصيكم عباد الله ونفسي، أوصيكم عباد الله وإياي بتقوى الله. واعلموا أن الله تعالى صلى على نبي قديما فقال تعالى: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعيهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങളുടെ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളോട് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു സഹോദരൻ്റെ പേരക്കുട്ടി, 6 മാസം പ്രായമായ കുട്ടിയാണ്. ICUവിലാണ്. ഗുരുതരമായ ശാരീരിക പ്രയാസങ്ങളാൽ ഒരു കുട്ടികൾക്ക് പ്രയാസമുണ്ടാവുക എന്നത് ഭയങ്കരമായി രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ഭാരമാണ്. അവരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നത് അത്ര വേദനിച്ചിട്ടാണ്. ഒന്ന് ദുആ ചെയ്യണം എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അല്ലാഹു തആല ആ കുഞ്ഞിൻ്റെ ശാരീരിക പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് പൂർണ്ണമായി ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരു റമദാന് വരവേറ്റുകൊണ്ടൊരു മതപ്രഭാഷണ പരിപാടി അടുത്ത വെള്ളിയാഴ്ച മുതൽ, ഇന്നല്ല അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മഗ്‌രിബിന് ശേഷമുള്ള ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടുത്ത ആഴ്ച അറിയിക്കുന്നുണ്ട്. എന്തായാലും ധാരാളമായി കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമിലും ഈമാനിലും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹ്, വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചവനെ, പൂർണ്ണമായി ഈമാനോടെ നല്ല ആഫിയത്തോടെ അള്ളാഹുവെ വിശുദ്ധ റമദാനിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, കടന്നു വരുന്ന വിശുദ്ധ റമദാൻ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ സ്വർഗപ്രവേശനത്തിനുള്ള മുതൽക്കൂട്ടായി സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അഭ്യുതം വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നല്ല കർമാവേശം നൽകി, ഈമാനികമായ ആവേശം നൽകി, അള്ളാഹുവെ ഹൃദയത്തിന് നല്ല വിശാലത നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, എല്ലാ നിലയിലും ഞങ്ങൾക്ക് നീ നൽകുന്ന ജീവിത വിഭവങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന്, ദുനിയാവ്, ഇൽമ്, ഈമാൻ, സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ഒക്കെ ഞങ്ങൾ നിന്ന് പൂർണ്ണമായും സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ജീവിതം, സലാമത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിൽ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ പ്രയാസങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളെയും അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഗസയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹുവേ, കിരാതമായ ആക്രമണങ്ങളിലൂടെ തകർക്കപ്പെട്ടു പോയ ഒരുപാട് ജീവനുകൾ അള്ളാഹുവേ, ആരോഗ്യം പടച്ചവനെ അതെല്ലാം വീണ്ടെടുക്കാനുള്ള ഉദവി നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സമ്പൂർണ്ണമായ വിജയം, ഖുദ്സിന്റെ വിജയം കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ ഫലാ തുദില്ലനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم لا تشغل خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.